1980 ഞാൻ തരംഗം തിയേറ്റേഴ്സിൽ മേഘച്ചാർത്ത് എന്ന നാടകം കളിക്കുന്ന അവസരത്തിൽ എന്നോടൊപ്പം അഭിനയിച്ചിരുന്ന MS വാര്യർ എന്ന ഒരു മഹാനടനെക്കുറിച്ചുള്ള ചില ഓർമ്മകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. MS വാര്യർ കൂത്താട്ടുകുളങ്ങാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിരണം സ്വദേശിയാണ്. അപ്പോൾ ഒരു മകനുമുണ്ട്. ഭാര്യ അന്ന് ആ ചേച്ചി അവിടെ തിരുവല്ലയിലെ ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് താമസം അവിടെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലെ ഒരു തേക്ക് മുറിച്ച് ഒരു ദിവസം ലോറിയിൽ കുറേ ഫർണിച്ചർ ഉണ്ടാക്കി നിരണത്തേക്ക് കൊണ്ടുവരുന്നു. ആ സമയം തരംഗം തിയേറ്റേഴ്സിലേക്ക് വിളിച്ച് വാര്യേട്ടൻ പറഞ്ഞു, ശശി, എൻ്റെ ഇവിടുത്തെ കുറേ ആശ്രിതരാണ്, അവർ വരുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെറിയ സംഗതികൾ ചെയ്യണം. അവർ പണം വാങ്ങുന്നവരല്ല, അതുകൊണ്ട് അവരെ ഒന്ന് സന്തോഷിപ്പിച്ചു വിടണം, അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. ശശി എന്നോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്, അത് വലിയ വിലയുള്ളതൊന്നും വേണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമ്മുടെ പുളിക്കീഴുണ്ടാക്കുന്ന സാധനമാണ് CB, വില തുച്ഛം ഗുണം മെച്ചം, കോപ്രാൻഡി എന്ന് പറയുന്ന സാധനം. അതേ 2 കുപ്പി വാങ്ങിച്ച് അവിടെ വെച്ചു. അവർ വന്നു, അവരെ സൽക്കരിച്ചു. ആ 2 കുപ്പിയും അവരങ്ങ് തീർത്തു. നിരണത്തേക്ക് പോയി. വെയിലും കൊണ്ട് പാട്ടും പാടി ലോറിപ്പുറത്തിരുന്ന് നിരണത്തേക്ക് ചെന്നു. അവിടെ സാധനങ്ങളെല്ലാം ഇറക്കേണ്ട സമയം ബഹളങ്ങളായി, അങ്ങോട്ട് പിടുത്തം ഇങ്ങോട്ട് പിടുത്തം എല്ലാം ചെന്ന്. ചേച്ചിയും ഭാര്യയേട്ടനും താഴെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തൻ പറഞ്ഞു, ആഹാ വാര്യേ, ഇങ്ങനെ താഴെ നിന്നാൽ എങ്ങനെയാ, കാര്യങ്ങളൊന്നും നടക്കുകയില്ല, ഇങ്ങോട്ട് കയറിക്കേ, ഇതാ പിടിച്ചേ. ആകപ്പാടെ വല്ലാതായി. ചേച്ചി അങ്ങ് വല്ലാതെ വിഷമിച്ച് ചേച്ചി അകത്തേക്കങ്ങ് പോയി ആ കതവ് അടച്ചു. എന്തു ചെയ്യും? വാര്യേട്ടൻ വല്ലാതെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ ഒരുത്തൻ കയറി കയ്യെ പിടിച്ച് വലിച്ചു. ലോറിയുടെ മേളിൽ നിന്ന് ഒരുത്തൻ കൈ മേലോട്ട് വലിച്ചു കയറ്റി ലോറിയിലേക്ക്. അദ്ദേഹത്തിൻ്റെ മുട്ടും പൊട്ടി. അദ്ദേഹവും ഇതൊക്കെ പിടിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ഒരുത്തൻ പോയി അവരുടെ അരപ്രൈസെ പോയി കിടന്നങ്ങ് ഛർദ്ദിച്ചു. ഒന്നും പറയണ്ട. പിന്നെ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കി. അവിടുന്ന് പിന്നൊരുത്തൻ വേറെ ഒരുത്തനും കൂടെ അപ്പുറത്തോട്ട് പോയി കിടന്നങ്ങ് ഛർദ്ദിച്ചു. 3 പേരായിരുന്നു അവർ വന്ന. 3 പേരിൽ 2 പേര് ഛർദ്ദിച്ചിങ്ങനെ കിടക്കുന്നു. ഇത് കണ്ടിട്ട് ലോറി ഡ്രൈവർ വാര്യേട്ടൻ്റെ അടുത്ത് എത്തി. ബാക്കി സംഗതികളെല്ലാം അവർ 2 പേരും കൂടി ചെയ്തു. മറ്റവൻ ലോറിപ്പുറത്ത് തന്നെ കിടന്നു. 3 പേരും കൊണ്ടുവന്ന 3 പേരും ഈ പരുവത്തിലായി. ബാക്കി പിന്നെ ആ ലോറി ഡ്രൈവറുടെ സഹായത്തോടു കൂടി വാര്യേട്ടനും കൂടെ കൂടി സാധനങ്ങളെല്ലാം താഴെ വെച്ചു. ഇവന്മാരെ എല്ലാം 2നെയും കൂടെ എടുത്തിട്ട് ഡ്രൈവർ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. ആകെപ്പാടെ പ്രശ്നങ്ങളായി. വാര്യേട്ടൻ ആകെ വിഷമിച്ചു. അവിടുന്ന് നിരണം പഞ്ചായത്ത് ഓഫീസിലെ മറ്റേ ചെന്നു. ഏതോ 2 തമിഴന്മാരെ കിട്ടി. അവരുമായിട്ട് വന്നു. അവളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഓസിട്ട് കഴുകി എല്ലാം ചെയ്തിട്ട് ലോഷനുമൊക്കെ തളിച്ച് അവരങ്ങ് പോയി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിരുന്നാൽ 2 ആഴ്ചത്തേക്ക് അതിന് മുൻവശത്തെ കതക് ചേച്ചി തുറന്നിട്ടുമില്ല, അവിടേക്ക് ആരും ഇറങ്ങിയതുമില്ല. മാത്രമല്ല, അതിലേറെ സങ്കടം വാര്യേട്ടനുണ്ടായെന്ന് പറയുന്നത്, ഒരു 1-2 മാസത്തേക്ക് മുഖത്ത് നോക്കൂ, സംസാരിക്കുക പോലും ചെയ്തില്ല ഈ ടീച്ചറമ്മ. വാര്യേട്ടൻ്റെ സങ്കടം അതായിരുന്നു. ഞങ്ങളോടൊക്കെ വന്ന് പറയുമായിരുന്നു, ജീവിതത്തിൽ ഉണ്ടായ വളരെ സന്തോഷപ്രദമായ കുടുംബജീവിതം നയിച്ചിരുന്ന വീടാണത്. അവിടെയാണ് വളരെ നല്ലൊരു കാര്യം ചെയ്തതാണ്. ആ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ സംഭവിച്ചതോ ഇതൊക്കെ ആയിരുന്നു. അതായിരുന്നു വാര്യേട്ടൻ്റെ ദുഃഖം. ഇതെല്ലാം കഴിഞ്ഞു. ടീച്ചർ റിട്ടയർ ചെയ്തു. അവിടുന്ന് താമസം മാറി. ടീച്ചർ മരിച്ചു. മകൻ വളർന്നു, പഠിച്ചു, ട്രാൻസ്പോർട്ട് കണ്ടക്ടറായിട്ട് ജോലി കിട്ടി. അവിടുന്ന് കല്യാണം ആലോചിച്ചു. കല്യാണം നടന്നു. അങ്കമാലിയിലേക്ക് താമസമായി. അവിടുന്ന് മകൻ്റെ ഭാര്യ ടീച്ചറായിരുന്നതുകൊണ്ട് അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. 2 പേര് സ്കൂളിൽ പോകുന്നു. ഇദ്ദേഹം ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നു. അത് കഴിഞ്ഞ് മക്കളുണ്ടായി. മക്കളെയും കൂട്ടിക്കൊണ്ട് മകനും ഭാര്യയും പോകുന്നു. രാവിലെ പോകുന്നു, രാത്രിയിൽ എപ്പോഴേലും വരുന്നു. രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചെങ്കിൽ അതെടുത്ത് വേണമെങ്കിൽ കഴിക്കേണ്ട സാഹചര്യത്തിലെത്തുന്നു.
പലപ്പോഴും കഴിപ്പില്ലാത്ത അവസ്ഥ പോലും അദ്ദേഹത്തിനുണ്ടായി. മാനസികമായിട്ട് വല്ലാത്ത വ്യതയായിരുന്നു അദ്ദേഹം ആ കാലത്ത് അനുഭവിച്ചിരുന്നത്. അദ്ദേഹം അവിടെ കുറേ വാഴകളുണ്ടായിരുന്നു. ആ വാഴക്കൂട്ടത്തിൽ ഒരു കസേരയിട്ട് പകൽ മുഴുവൻ സമയം കളയും. പിന്നെ ഒരു പായ അവിടെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ പായയിൽ അവിടെ കിടക്കും. സന്ധ്യയ്ക്ക് ഇവരൊക്കെ വന്നതിന് ശേഷം മാത്രം അവിടുന്ന് തിരികെ വീട്ടിലേക്ക് കയറുള്ളൂ. എന്തെങ്കിലും കഴിച്ചെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ പോകുന്നു. പല രോഗങ്ങളുമായി ഇടയ്ക്കൊരു വീഴ്ചയും കൂടെ വീണു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ പലപ്പോഴും ഈ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഫോണിലൂടെ എന്നോട് പറയുമായിരുന്നു. കുറച്ച് നാളുകളായിട്ട് വാര്യട്ടൻ്റെ വിളികളും ഇല്ലാതായി. അങ്ങനെ കഴിയുന്ന ഒരു കാലത്ത് അതേ നമ്പറിൽ നിന്ന് ഒരു വിളി വന്നു. വാര്യട്ടനാണല്ലോ. സന്തോഷത്തോടെ എടുത്തപ്പോൾ സംസാരിച്ചത് വാര്യട്ടൻ്റെ മകനായിരുന്നു. അച്ഛൻ മരിച്ചുപോയി എന്ന വാർത്തയാണ് പറയുന്നത്. ആകെപ്പാടെ വിഷമിച്ചു. അപ്പോൾ മോനെ എങ്ങനെ ചടങ്ങുകളൊക്കെ അത് നാളെ ഉള്ളൂ എന്നും പറഞ്ഞു ഫോൺ താഴെ വെച്ചു. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ചു പറഞ്ഞു. അപ്പോൾ TR ഗോപാലൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ട്. തരംഗത്തിലെ നടനും ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥനുമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് കാറുണ്ട്. അദ്ദേഹം കാറുമായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാനും ശശിയും പെരുന്നമധു പനാമ ജോസ് ഞങ്ങൾ 5 പേര് കൂടി പിറ്റേ ദിവസം രാവിലെ പോകാൻ തീരുമാനിക്കുകയും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. കോട്ടയം എത്തുന്നതിന് മുമ്പ് വീണ്ടും ഒരു ഫോൺ വന്ന് നോക്കിയപ്പോൾ മോൻ പറഞ്ഞു, വാര്യട്ടൻ മോൻ പറഞ്ഞു, അതേ അച്ഛൻ്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കാമെന്ന് സമ്മതപത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് വന്ന് ബോഡി കൊണ്ടുപോയി. അപ്പോൾ കർമ്മങ്ങളൊക്കെയോ ഒന്നുമില്ലായിരുന്നു, ബോഡി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. ഇതായിരുന്നു ആ മനുഷ്യൻ്റെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ദുഃഖം. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആർക്ക് വേണ്ടി ചെയ്തിരുന്നാലും ശരി, ഇതാണ് നമുക്ക് വന്നു ഭവിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഇനി ഒരുപക്ഷെ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിരുന്നതൊക്കെ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിൻ്റേതായ ഫലം നമുക്ക് തിരികെ കിട്ടണമെന്നില്ല. ഇനി മരിച്ചു കിടക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെങ്കിലും നന്ദി ഉണ്ടാകട്ടെ എന്ന് കരുതിയായിരിക്കാം. അല്ലെങ്കിൽ ആ തിരിച്ചറിവായിരിക്കും അദ്ദേഹം ഈ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിന് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചത് എന്ന് ഞാൻ കരുതുന്നതാണ്. ഏതായാലും ഇത്രയേ ഉള്ളൂ. നമസ്കാരം.